അയാൾക്ക് ആനന്ദമുണ്ടാക്കിയ സ്പർശനത്തെ ദുഃഖമായാണ് രൂപാന്തരപ്പെടുത്തിയതെങ്കിൽ വേറൊരിക്കൽ വേറൊരിടത്ത് വേറൊരാളുടെ സ്പർശനം കുട്ടിയുടെ സിനാപ്സിൽ പൂർവജന്മങ്ങൾ ഉണർത്തുന്നത് ആനന്ദമായിട്ടായിക്കൂടെ? ആ സ്പർശനത്തിൽ നിന്ന് കുട്ടിയുടെ ചെയ്തിയെ ധാർമ്മികതയുടെയും നീതിശാസ്ത്രത്തിൻ്റെയും തത്വസംഹിതകളിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ കുട്ടി ചെയ്തത് ശരിയാണെന്നും അയാൾ ചെയ്തത് തെറ്റാണെന്നും മാനുഷിക മൂല്യങ്ങളെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയും രസത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും ലോകങ്ങളിൽ പൂർവ ജന്മസ്മൃതികൾ ഉണർത്തുമ്പോൾ തെറ്റും ശരിയും ഏതെന്ന് നിശ്ചയിക്കാനാവാത്ത ആയിരം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ലോകമല്ലേ എല്ലാ നല്ലവരുടെയും എല്ലാ മോശക്കാരുടെയും ഈ എല്ലാ ഹൃദയഭാഗങ്ങളിലും എല്ലാ കാലത്തും കിടക്കുക? തികച്ചും ആപേക്ഷികമല്ലേ ലൗകിക ജീവിതത്തിൻ്റെ ബഹിരംഗ യോഗങ്ങളിൽ ധർമ്മവും അധർമ്മവും? ചോദ്യം വളരെ കടുത്തതാണ്. അതീവ സങ്കീർണമല്ലേ സ്വേച്ഛയുടെയും പരേച്ഛയുടെയും അനിച്ഛയുടെയും ലോകങ്ങളിൽ ആവിർഭവിക്കുന്ന സങ്കല്പവും കാമവും കർമ്മവും ഉതിർക്കുന്ന കർമ്മകലാപങ്ങളുടെ രംഗവേദികൾ? മറ്റൊരാൾ ഒരു കൈപ്പാടകല ദൂരത്തുകൂടെ കടന്നുപോയാൽ അയാളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്കിഷ്ടമുള്ള ആളുകളുടെ മടിയിലിരിക്കുമ്പോൾ തലവെച്ച് കിടക്കുമ്പോൾ സ്പർശനത്തിൻ്റെ ദർശനത്തിൻ്റെ സാമീപ്യത്തിൻ്റെ സങ്കല്പങ്ങൾ ധർമാധർമ്മങ്ങളിൽ കൂട്ടിയിണക്കുന്നതാകെ വികലമാവുന്നില്ലേ? നീതിന്യായങ്ങളുടെയും ശാസ്ത്ര സാങ്കേതികത്വത്തിൻ്റെയും അന്തർധാരകളെ മുഴുവൻ ഒരേപോലെ പിച്ചിച്ചിന്തുന്ന ഒരു ദാർശനിക സത്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് മനുഷ്യൻ്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സമഗ്രമായി കൂട്ടിയിണക്കി പ്രാരബ്ധങ്ങളുടെയും പുരുഷാർത്ഥങ്ങളുടെയും രണ്ട് വ്യത്യസ്ത മാതൃകകളായി നിലകൊള്ളുന്നുവെന്നോ? എങ്കിൽ നിയമങ്ങളും നീതികളും ഭരണങ്ങളും മാനവൻ്റെ മുക്തിക്കും ഉത്കർഷത്തിനും ഉതകുമാറാകണമെങ്കിൽ കുടുംബവും രാഷ്ട്രവും എല്ലാം പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളെ പഠിച്ചും അറിഞ്ഞും പഠിപ്പിച്ചും അവയ്ക്കനുസൃതമായും കൊണ്ടുപോകേണ്ടതല്ലേ? അവയുടെ ആന്തോളനങ്ങളുടെ താളക്രമങ്ങളെ തിരിച്ചറിയുന്നൊരു തത്വദർശനത്തിന് വ്യക്തിയുടെ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ, രോഗങ്ങളെ, വേദനകളെ ആഴത്തിൽ മാറ്റാൻ കഴിയുന്നതായിരിക്കില്ലേ? എൻ്റെ സാമീപ്യമാണ് എൻ്റെ അച്ഛൻ്റെ കണ്ണുകളെ കളഞ്ഞതെങ്കിൽ, എൻ്റെ ഒരു കർമ്മമാണ് അച്ഛനിൽ പൂർവജന്മങ്ങളുടെ സ്മൃതികൾ ഉണവാക്കി അച്ഛനെ തളർത്തിയതെങ്കിൽ, എൻ്റെ സങ്കീർണമായ ഒരു ഔഷധത്തിൻ്റെ സ്മരണയാണ്
1000 പേരെ രക്ഷിച്ചതെന്ന് പറയുമ്പോഴും ആ ഒരാളിൻ്റെ സ്മരണയെ പൂർവ്വലോകത്തേക്ക് കൊണ്ടുപോയി മാറ്റിമറിച്ചതെങ്കിൽ, ഔഷധത്തെക്കാൾ കർമ്മത്തെക്കാൾ വ്യക്തിയുടെ സ്മരണകൾക്ക് പ്രാധാന്യം വരുന്നുവെങ്കിൽ അവയെ അവലംബിച്ചായിരിക്കണ്ടേ മാനവന്റെ ഉത്കർഷം മുഴുവൻ. ചോദ്യം മനസ്സിലായില്ല? അങ്ങനെയാണോ? വളരെ പരിഷ്കൃതനാണ് മനുഷ്യൻ. വളരെ പരിഷ്കൃതാശയനാണെന്ന് മനുഷ്യൻ. കുട്ടികളങ്ങ് പൊക്കോട്ടെ, അത് കഴിച്ചിട്ടാകാമെന്ന് വിചാരിച്ച ഇല്ലേ? അവർ ഒരു തലം പോലുമില്ല. ഒരു മിന്നൽ അത് 100 കണക്കിന് പുതിയ ജനുസ്സുകളെ സൃഷ്ടിക്കുകയും അതേസമയം അത് കുറെ പേരുടെ മരണകാരണമാവുകയും ചെയ്യുന്നു. മരണവും ജനനവും ഒരുപോലെ മിന്നൽ തരുന്നു. പുതിയ ജനുസ്സുകളെ മുട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് മിന്നൽ ചെയ്യുന്നത്. ശാസ്ത്രീയമായ സത്യമാണ്. മിന്നൽ ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ് ആഞ്ഞടിക്കുന്നത്. ലക്ഷോപലക്ഷം വരുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് അത് ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ്. 2 വോൾട്ടുള്ള ഒരു ഉപകരണം മുതൽ 230 വോൾട്ടിൽ വൈദ്യുതി പോകുന്ന ഉപകരണങ്ങൾ വരെ വ്യത്യസ്ത വാറ്റിലുള്ളവ മുറിയിലിരിക്കുമ്പോൾ അവയിൽ ചിലത് അടിച്ചു പോകുന്നു, ചിലത് പോകാതിരിക്കുന്നു. മിന്നലിൽ നിന്ന് വരുന്ന വൈദ്യുത പ്രവാഹത്തെ മുഴുവൻ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് മുകളിലൊരു കമ്പിക്കൂടവും താഴേക്ക് കുറേ എർത്ത് പ്ലേറ്റുകളും ചെമ്പ് കമ്പി കൊണ്ടിടുമ്പോൾ അത് സങ്കല്പിക്കുന്നവൻ 1000 വോൾട്ടിനെയോ 5000 വോൾട്ടിനെയോ സങ്കല്പിക്കുമ്പോൾ ഒരു മിന്നൽ ചിലപ്പോൾ കടന്നു വരുന്നത് ഇവൻ പ്രതീക്ഷിക്കുന്ന 5000-ഓ 1000-ഓ 50,000-ഓ വോൾട്ടിലായിരിക്കില്ല. പോകുമ്പോൾ അവൻ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത വോൾട്ടിന് അപ്പുറത്തായിപ്പോയി മിന്നൽ. മനസ്സിലായില്ല? പോയില്ലെങ്കിൽ 30,000 കൊടുത്ത് നിങ്ങൾ വെച്ച സാധനത്തിൻ്റെ നന്മയാണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി സമാധാനിക്കുകയും ചെയ്യുന്നു. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെതൊക്കെ അടിച്ചു പോയനെ. ശരിയല്ല? അത് വെച്ചിട്ടും അടിച്ചു പോയവനും അത് വെക്കാതിരുന്നിട്ടും അടിച്ചു പോകാത്തവനും ഉണ്ടായിരിക്കുമ്പോൾ ഇതൊക്കെ വെച്ചാലും ഭാഗ്യം പോലെയേ ഉള്ളൂ എന്ന് സമാധാനം. ശരിയല്ലേ? ശരിയല്ലേ? സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഉദാഹരണം അപര്യാപ്തമാണ്. മിന്നലക്ഷാജലകം വെച്ചിരിക്കുന്നവരിടത്തുനിന്നാണ് ഞാൻ വരുന്നത്. ഒരു നിരയങ്ങ് അടിച്ചു പോയി കഴിഞ്ഞപ്പം എന്തിനാ ഈ സാധനം കൂടി വലിച്ചു പറിച്ച് ദൂരക്കള, ഉടനെ അവനെ വിളി, കസ്റ്റമർ കോർട്ടിൽ ഉടനെ കേസ് ഫയൽ ചെയ്യ്. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, അതേ അവിടുത്തെ മിന്നലേ ഈ വോൾട്ടിലല്ല. ഇത്ര വോൾട്ടിനുള്ളിലാണെങ്കിൽ
നിശ്ചയമായും പോകില്ല. അതിൽ കൂടിയതിന് നിവൃത്തിയൊന്നുമില്ല. ശരിയല്ല? ശരിയല്ല? ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ സോഫ്റ്റ്വെയർ എഴുതുമ്പോൾ ആ അതീവ സൂക്ഷ്മമായ മൈക്രോ ലെവലിലുള്ള ആ കണക്കുകളിൽ നിന്ന്, ആ യുക്തികളിൽ നിന്ന്, ആ സൂക്ഷ്മമാപിനികളിൽ നിന്ന് മാക്രോ ലെവലിലുള്ള സ്ഥൂലങ്ങളായ സാധനത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതിസൂക്ഷ്മമായ അവൻ്റെ മനസ്സിൻ്റെ സങ്കീർണങ്ങളായ ഭാവങ്ങൾ 6 മാസമോ 1 കൊല്ലമോ 4 ആഴ്ചയോ കഴിഞ്ഞ് എത്ര ശാസ്ത്രീയമായി അവൻ എഴുതിയുണ്ടാക്കിയാലും രൂപപ്പെടുമ്പോൾ കമ്പ്യൂട്ടർ ബഗ് എന്ന മനോഹരമായ നാമത്തിൽ അതിനെ വ്യവച്ഛേദിക്കുമെന്നല്ലാതെ ബഗ് എന്താണെന്ന് പറയാൻ ഇവന്റെ മനസ്സിന്റെ സങ്കീർണമായ സങ്കല്പത്തെ സൂക്ഷ്മമാവിനി ഇവൻ കൂട്ടിപ്പിടിപ്പിച്ച വയറുകൾക്കപ്പുറം ഇരുന്നു കൊണ്ട് പ്രതിപ്രവർത്തിപ്പിക്കുന്നുവോ? ഞാൻ പറഞ്ഞത് ശരിയാണ് ബഗ്? ശാസ്ത്രലോകത്തെ അതിസങ്കീർണമായ ചോദ്യമായത്. വളരെ പരിനിഷ്ണാതന്മാരായ ആളുകളെ വെച്ച് അതീവ ശ്രദ്ധയോടുകൂടി എഴുതിയവനും അതിനെ സൂപ്പർവൈസ് ചെയ്തവനും അതിനേക്കാൾ മുകളിൽ അതിനെ പരിശോധിച്ചുറപ്പ് വരുത്തിയവനുമെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വരുന്ന അതീവ സങ്കീർണമായ ബഗ്. ശരിയല്ല? ഇതുപോലെ അതീവ സങ്കീർണമായ നമ്മുടെ ന്യൂറോണുകളിൽ, കാൽപ്പയിൻ രേണുക്കളിൽ, സ്മരണയുടെ കലവികളിൽ എത്ര ജന്മങ്ങളുടെ ഓർമ്മകൾ! അവയിൽ നിന്ന് എന്തെന്ത് കള്ളത്തരങ്ങൾ, എന്തെന്ത് വഞ്ചനകൾ, എന്തെന്ത് ചതികൾ, എത്രയെത്ര ചതിക്കുഴികൾ! അവിടെ നിന്നാണോ നമ്മെ ചതിക്കാൻ പോകുന്നവനെയും നമ്മെ നന്നാക്കാൻ പോകുന്നവനെയും ഒക്കെ സങ്കല്പങ്ങളിൽ നാം സൃഷ്ടിക്കുന്നത്? ആ സ്മൃതികളിൽ നിന്നാണോ അഥവാ പുറത്തു നിന്നാണോ? ഉത്തരം ആലോചിച്ച് മാത്രമേ പറയാവൂ. നിങ്ങളെ വെട്ടിലാക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചു വെച്ചത്. എന്നെ പറ്റിക്കാൻ പോകുന്നവനാണെന്നും എന്നെ നന്നാക്കാൻ പോകുന്നവനാണെന്നും എനിക്ക് പറ്റുമെന്നും ഈ ലോകം പറ്റിക്കലിൻ്റെ ലോകമാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത് ലോകത്തെ പറ്റിക്കലുകളുടെ വാർത്തകളിൽ നിന്നോ ഞാൻ പറ്റിച്ച അനന്തകോടി സ്മൃതികളിൽ നിന്നോ? അനുഭവത്തിലെന്ന പോലെ വേദനിച്ചും പ്രയാസപ്പെട്ടും വിഷമിച്ചും എൻ്റെ പൂർവസ്മൃതികളിൽ നിന്ന് ഞാൻ എന്നെ പറ്റിക്കാൻ പോകുന്നവനെ ഞാൻ പറ്റിച്ചതിൽ നിന്ന് കണ്ടെത്തുകയാണോ? അതല്ല ചുറ്റുപാടും പറ്റിക്കലുകളുടെ വർത്തമാനം കേട്ടറിഞ്ഞിട്ട് അതെന്നിൽ ഉണർത്തിയ ഒരറിവായി, ബാഹ്യമായ അറിവായി കിടക്കുന്നതിൽ നിന്നാണോ? രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കതകുകൾ കുറ്റിയിട്ടുവോ എന്ന് വീണ്ടും വീണ്ടും നോക്കുന്നതും ആരെങ്കിലും കക്കാൻ കയറാതിരിക്കില്ല എന്നെനിക്കോർമ്മ വരുന്നതും കുറ്റിയിട്ട മുറികൾ തകർത്ത് കയറി കട്ട എൻ്റെ ജനിതകത്തിൻ്റെ സ്മൃതികളിൽ നിന്നോ? ഇത്രയാഴത്തിൽ? അതല്ല ചുറ്റും കള്ളന്മാരെ വായിച്ചറിഞ്ഞ ഓർമ്മകളിൽ നിന്നോ? ഉറപ്പാണ് എൻ്റെ സ്മൃതിയിലെ കള്ളനെ തളയ്ക്കാൻ ഞാൻ ചെയ്യേണ്ടത് കതക് കുറ്റിയിടലാണോ?
100,000 കള്ളത്തരങ്ങളും 100,000 വഞ്ചനകളും 100,000 ചതിക്കുഴികളും തെളിച്ച് ജീവിച്ച ജീവിതത്തിൻ്റെ തീയും ധൃതിയും സ്മൃതിയും വിഭ്രംശമായി കർമ്മങ്ങൾ അത്രയും ചെയ്തു കൂട്ടിയ എൻ്റെ സ്മൃതികൾക്കകത്തിരുന്നു കൊണ്ട് ബാഹ്യമായ വാതിലടച്ച് രക്ഷപ്പെടാൻ ഒരു കൂട്ടുന്ന എന്നെക്കാൾ മണ്ടനാരുണ്ടാവും? ബാഹ്യകർമ്മത്തെ ഏതാണ്ട് സ്വരൂപം കണ്ടു എന്ന് വിചാരിക്കാം. എത്ര ദിവസവും നീട്ടാൻ മാത്രം വലിപ്പമുള്ള ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ലോകമാണ് ഈ ബാഹ്യകർമ്മങ്ങളുടെ ലോകം. അതിൻ്റെ സ്വരൂപം ഏതാണ്ടൊന്ന് എത്തി നോക്കിയാൽ നമുക്ക് സ്വരൂപസ്മൃതി വന്നു എങ്കിൽ, ആ കർമ്മത്തിൻ്റെ സ്വരൂപം മനസ്സിലായെങ്കിൽ അതിൻ്റെ ഫലവും കൂടി എത്തി നോക്കി വേഗത്തിൽ അന്തർയോഗത്തിലേക്ക് തിരിയാം. സ്വരൂപം ഞാൻ ഒരുപാട് പറഞ്ഞു, ഏതാണ്ടൊന്ന് എത്തി നോക്കാൻ കഴിഞ്ഞു. അതെ, അതെല്ലാം എന്നിലേ വരുന്നത്. അതുണ്ട്, അത് വാർത്തയില്ലാത്തത് കൊണ്ട് ഉണരാതിരിക്കില്ല. ചാലുവാകും. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് നമ്മൾ യാഹൂ സെർച്ചിലേക്ക് യാഹൂ എസ് എന്നടിക്കുമ്പോൾ മുമ്പ് നാം കടന്നുപോയ എസിൽ തുടങ്ങുന്ന പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളൊക്കെ നാം ചോദിക്കാതെ വരുന്നത് പോലെ മസ്തിഷ്കത്തിൻ്റെ സിനാപ്സുകളിൽ വരും. അപ്പോൾ തൊട്ടടുത്ത് അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ നമുക്ക് ബഹുമാന്യരായ ആളുകളോ ഇരിക്കുമ്പോൾ, സ്വാമിയാണ് മുമ്പ് വെബ്സൈറ്റുകളിലൂടെയൊക്കെ പോയതെങ്കിൽ ശിഷ്യന്മാരോ ഭക്തന്മാരോ അടുത്തിരിക്കുമ്പോഴാണ് സ്ക്രീനിലേക്ക് ഇവയെല്ലാം വന്ന് നിറയുന്നതെങ്കിൽ മുമ്പിലുണ്ടാകുന്ന ചളിപ്പ് കമ്പ്യൂട്ടറിൽ വന്നതിൻ്റെ അല്ല, മനസ്സിൽ കിടന്നതിൻ്റെയാണ്. ഇൻ്റർനെറ്റിൻ്റെ കാലമാണല്ലോ. ഞാൻ പറഞ്ഞ ഉദാഹരണം റൈറ്റാണ് ഓർ റോങ് ആണ്. ഒരു ചളിപ്പുണ്ടാവും. ഞാൻ സ്വാമി ഇതൊക്കെ കാണുമെന്ന് ഇവരറിയുമല്ലോ. അപ്പോൾ ചൂടായിട്ട് ആരാടാ എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചത്, ആരാടാ ഇതിൽ കുത്തിയത് എന്നൊക്കെ ഉറക്കെ കുറേ പേരോട് ചോദിക്കാം എന്നല്ലാതെ കുത്തിയതൊക്കെ ഞാൻ തന്നെ. ശരിയല്ല? എത്ര സങ്കീർണമാണ് ഈ മസ്തിഷ്കം. കൃത്യമായി അറിയാം. പക്ഷേ അറിഞ്ഞാലും ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരല്പം ശ്രദ്ധ വേണം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ ശ്രത് സത്യം ധീയതേ ഇതി ശ്രദ്ധ. ആ സാധനം കിട്ടണം. ഒരു സത്യാന്വേഷണം. നമ്മൾ പലപ്പോഴും അതല്ല നടത്തുന്നത്. ഇതിന് വേണ്ട ഒന്നേ ഉള്ളൂ, അന്തർമുഖത, ഈശ്വര ശരണാഗതി, സത്യാന്വേഷണം. ഇത്രേ വേണ്ടൂ. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം ചോദിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു തന്നതാണ്. ഇത് കൃത്യമാണെങ്കിൽ യാതൊരു ശങ്കയും വേണ്ട, സ്ട്രെയിറ്റ്. പിന്നെ ഒരിക്കലും നമ്മളൊരു ട്രബിൾ ഷൂട്ടർ ആവില്ല. ഉറപ്പാണ്. അത് നമ്മുടെ കർമ്മമല്ലാത്തത് കൊണ്ടാണ്. പ്രാരബ്ധമാകുന്ന സമസ്ത കർമ്മങ്ങളിലും ഇറങ്ങി മുങ്ങി നീന്തി കുളിച്ചാലും മറവി ഉണ്ടാവില്ല.
എപ്പോൾ മറവി വരുന്നു അത് കർമ്മം നമ്മുടെയല്ല, അത് നമുക്ക് ആനന്ദവും തരില്ല. പക്ഷെ അതിനെ വിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഇതെൻ്റെയാണെന്ന് വിചാരിച്ച് വലിച്ചു വയ്ക്കുന്നതിനേക്കാൾ എൻ്റെ അല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ വിട്ടുകളയാനുള്ള ധൈര്യം വേണം. മനസ്സിലായില്ല? ആരെങ്കിലും കൊണ്ടുവന്നൊരു പൊതി നിങ്ങളിരുന്നിടത്തുനിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല എന്ന് എനിക്ക് അറിയാം, അതിന് തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ അത് എൻ്റെ അല്ല എന്നൊരൊറ്റ ഉത്തരേ വരുള്ളൂ. നോക്കട്ടെ എൻ്റെ ആണോ എന്നൊരു സംശയമില്ല. പൊതി തുറക്കുന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിലും നിങ്ങളുടെ ആണ്. കാരണം തുറക്കാൻ ആഗ്രഹിച്ചല്ലോ. തുറന്നാൽ ക്ലിയർ. എൻ്റെ അല്ല സുഹൃത്തെ, എൻ്റെ അല്ല. നിങ്ങൾ അറിയാതെ പോയതായിരിക്കും, പോക്കറ്റിൽ നിന്ന് പോയതായിരിക്കും. ഒരു പോക്കുമില്ല, അറ്റുമില്ല. ഇല്ല, എൻ്റെ അല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെ പറയരുത് കേട്ടോ, ഇത് ഞാൻ കണ്ടതാണ്. ഇനി എൻ്റെ ആണെങ്കിലും എനിക്ക് വേണ്ട, അത് താനെടുത്തു, തനിക്കിരിക്കട്ടെ. ക്ലിയർ? ഇതിനൊരല്പം സ്ഥൈര്യവും ധൈര്യവും ഒരുപോലെ വേണം. എൻ്റെയോ മറ്റോ ആണോ? എനിക്ക് ഓർമ്മയൊക്കെ കുറവുള്ള ആളാ. ഇങ്ങനെ പോകാറുണ്ട്, കാണിച്ച് നോക്കട്ടെ. ശരിയല്ല? ശരിയല്ല? അതിലാണ് ഈ കുഴപ്പം. നമ്മുടെ മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വത്വത്തെ മിഥ്യാരൂപേണ കൊണ്ട് നടക്കുന്നു. സ്വത്വനിരാസത്തേക്കാൾ അപകടകരമായൊരു സ്വത്വ സംഘർഷം നമ്മിലുണ്ടായിരിക്കുന്നു. അത് കർമ്മങ്ങളാൽ വർദ്ധിക്കുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസ് അങ്ങനല്ലേ എന്ന് പറയാം. സ്വത്വ സംഘർഷം. അത് വിട്ടാൽ ഈ പ്രശ്നം തീർന്നു. ധർമ്മവും അധർമ്മവും എല്ലാ കർമ്മരംഗത്തും ബോധമുണ്ട്. ഈ ധർമ്മം ധർമ്മമാണെങ്കിലും എനിക്ക് ഈ അധർമ്മം കൂടിയേ തീരൂ. ചെയ്തോളൂ, തൻ്റെ ഇടമായി ചെയ്തോളൂ, അത് പ്രാരബ്ധമാണ്. അതൊന്നും നിങ്ങളുടെ ആധ്യാത്മിക മുന്നേറ്റത്തിൽ തടസ്സം നിൽക്കില്ല. ചെയ്താൽ അവിടെ വെച്ച് അത് തീരുമെങ്കിൽ, അവിടെ വെച്ച് തീരുമെങ്കിൽ. തീരുന്നില്ല എങ്കിൽ അത് പ്രാരബ്ധമല്ല. മനസ്സിലായില്ല? ഇത് അവശ്യം ഭവിയാണ്. അത് കഴിഞ്ഞാൽ മറവി വരുമെങ്കിൽ അതിനെക്കുറിച്ച്, അത് കഴിഞ്ഞാൽ ആനന്ദം തിരിച്ചു കിട്ടുമെങ്കിൽ സംശയം വേണ്ട. അത് നാളെ ജയിലുകളാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നതെങ്കിലും അതിനകത്ത് കിട്ടുന്ന സുഖം നിങ്ങൾക്ക് പൂമെത്തയുടെ മുകളിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഗാന്ധി കിടന്നതും ഇതുപോലൊരു ജയിലിലാണ്. മനസ്സിലായില്ല? ഭഗത് സിംഗും ഈ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിന്? വിശ്വവിഖ്യാതനായ സാക്ഷാൽ ശങ്കരാചാര്യരും കിടന്നത് ഈ ജയിലാണ്. ചുമ്മാ ഇരിയടാ, അതിലാണ് ഞാനും കിടക്കുന്നത്. മനസ്സിലായില്ല? കുറച്ചുകൂടെ ഭക്തി സൂക്ഷ്മമായി വന്നിട്ടുണ്ടേ പറയും, പണ്ടേ എൻ്റെ കാർന്നോരുണ്ടല്ലോ, ആ ഉണ്ണിക്കണ്ണൻ, അവൻ ജനിച്ചത് ഇവിടെയാടാ, പോടാ. മനസ്സിലായില്ല?
പക്ഷെ അത് ഈ കിടപ്പിൽ പോവില്ല. ഇതൊരു മലക്കിടപ്പിലെ പോക്കാ. മലക്കിടപ്പെന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, മനസ്സിലായില്ല? മലന്ന് കിടക്കുന്നതും മലക്കിടപ്പ, മലത്തിൽ കിടക്കുന്നതും മലക്കിടപ്പ. അങ്ങനല്ലേ എൻ്റെ? അതുകൊണ്ട് ഇത് ആ സമയത്ത് തോന്നണമെങ്കിൽ നാം പോകുന്ന എക്സാക്റ്റ് പ്രാരബ്ധത്തിലൂടെ ആയിരിക്കണം. ക്ലിയർ? ശങ്കയൊന്നും വേണ്ട, ശങ്കയൊന്നും വേണ്ട. ഓ, അതെ, പ്രാരബ്ധം തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ വാസനയെ തള്ളാനുള്ളതാണ്. നിങ്ങളുടെ മലത്തെ നിർമാർജനം ചെയ്യാനുള്ളതാണ്. അതിന് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ ആനന്ദം കിട്ടാൻ പ്രതീക്ഷിച്ചാണ് എങ്കിൽ ഈ ചെയ്തതിൽ നിന്ന് കിട്ടിയ ആനന്ദം എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് ചെയ്യേണ്ടി വരുമോ നോക്കണം. വരില്ല. ഒരു കർമ്മവും അതിൻ്റെ ദാർശനിക സവിശേഷതയിൽ ചെയ്താൽ രണ്ടാമത് ആവർത്തിക്കേണ്ടി വരില്ല. സ്വേച്ഛയാ. ഞാൻ ഈ കർമ്മം കരിഷ്യാമി എന്നും കരിഷ്യേ എന്നും രണ്ട് തരത്തിൽ സംസ്കൃതത്തിൽ പറയും. മനസ്സിലായില്ല? അതിൽ കരിഷ്യാമി എന്ന് പറയുന്നത് ഋത്തിക്കുകളാണ്. കരിഷ്യേ എന്ന് പറയുന്നത് യജമാനനുമാണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ കരിഷ്യേ എന്നാണ് പറയുന്നത്. ഞാൻ ഋത്തിക്കിന് വേണ്ടി ചെയ്യുമ്പോൾ കരിഷ്യാമി എന്നാണ് പറയുക. ഹോമം കരിഷ്യേ, ഹോമം കരിഷ്യാമി. ഭഗവത്ഗീതയിലുണ്ട് ഈ ശബ്ദം. 2-ാം അധ്യായത്തിൽ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്കുതുവ. ഗോവിന്ദനോടായി പറയുന്നത് എനിക്ക് വേണ്ടി ഈ യുദ്ധം ഞാൻ ചെയ്യില്ലെന്നാ. അവിടെ എനിക്ക് വേണ്ടി എന്നുള്ളത് നിശബ്ദമായ യോത്സ്യെ എന്ന ശബ്ദത്തിലുണ്ട്. അവസാനം ചെയ്യുന്നതും എനിക്ക് വേണ്ടിയല്ല. കരിഷ്യേ വചനം തവ. മനസ്സിലായില്ല? അപ്പോൾ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്ക് വേണ്ടി ചെയ്യുക. അതൊരു പതനമാണ്. അവിടെ കടുത്ത ഒരു പതനമാണ്. അതുപോലെ എനിക്ക് വേണ്ടി ഒരു കർമ്മത്തെ ഞാൻ ഒരിക്കൽ ചെയ്താൽ അതിൻ്റെ സ്വരൂപ സ്മൃതിയും അതിൻ്റെ ഹേതുസ്മൃതിയും അതിൻ്റെ ഫലസ്മൃതിയും എന്നിലിരിപ്പുണ്ടെങ്കിൽ ദാർശനികമായി അതിനെ ഞാൻ അപഗ്രഥിക്കുമെങ്കിൽ ആ കർമ്മം എനിക്ക് രണ്ടാമത് ചെയ്യാനാവില്ല. രണ്ടാമത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ചിന്തിക്കാത്തവനാണ്. അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് അന്യർക്കു വേണ്ടി ചെയ്യുന്നതാണ്, പരേച്ഛയിലാണ്. അല്ലെങ്കിൽ അനിച്ഛയിലാണ്. മനസ്സിലായില്ല? ഇല്ല. കാരണം ഞാൻ ചെയ്ത് അതിൻ്റെ ഫലം എൻ്റെ കയ്യിലുണ്ട് അപഗ്രഥിക്കാൻ. പ്രകൃതി എന്നെ അറിയാതെ ആ കർമ്മത്തിലൂടെ കൊണ്ടുപോവാ. കഴിഞ്ഞു മാത്രമാണ് ഞാൻ അറിയുന്നത് ഞാൻ ചെയ്തു എന്ന് പോലും. ഞാൻ ചെയ്യുന്നു എന്നൊന്നും അറിയുന്നേ ഇല്ല, ബോധമില്ലാതെയാണ് ചെയ്യുന്നത്. പ്രജ്ഞ പൂർണ്ണമായി മറഞ്ഞാണ് ചെയ്യുന്നത്.
അത് പ്രാരബ്ധം കൊണ്ട് തന്നെയാണ് വരുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ പ്രജ്ഞ എവിടെയില്ല, പ്രാരബ്ധമാണെന്ന് പോലും അറിയാൻ. അതിൽ കുറ്റബോധം ഉണ്ടാവില്ല. ചെയ്യണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും കർമ്മം തോന്നുന്നുവെങ്കിൽ അത് പ്രാരബ്ധത്തിൽ വരുന്നതല്ല. നിശ്ചയമായും അത് പുരുഷാർത്ഥത്തിൻ്റെ സിദ്ധമാണ്, യാതൊരു സംശയവുമില്ല. ചെയ്ത് കഴിഞ്ഞൊരെണ്ണം അരുതായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, ആ കഴിഞ്ഞു പോയതെന്നിൽ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതിനെൻ്റെ മനസ്സ് അനതിവിദൂര ഭാവിയിൽ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് എത്രയും വേഗം മനസ്സിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ പശ്ചാത്താപം കൊണ്ട് കഴുകി ശുദ്ധമാക്കി പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ഒരു നിമിഷം പോലും താമസിക്കാതെ, ആ തോന്നൽ വന്നപ്പോൾ തന്നെ വേറൊരു കർമ്മം കൊണ്ട് അതിനെ മറയ്ക്കാതെ, ഏകാന്തത്തിലിരുന്ന് തന്നെ പശ്ചാത്തപിപ്പിച്ച് പൂർണ്ണശുദ്ധി വരുത്തി പുറത്തിറങ്ങുന്നതാണ് ഉചിതം. കാരണം പിന്നെ അത് മനസ്സിൽ നിന്ന് സങ്കല്പമോ കാമമോ ആയി പൊട്ടിവിടരുകയോ അത് പിന്നീട് കർമ്മകലാപങ്ങളായി തീരുകയോ ചെയ്യാൻ അനുമതി കൊടുക്കാതിരിക്കാൻ വഴി. അതല്ലെങ്കിൽ നിശ്ചയമായും അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ കർമ്മകലാപങ്ങളുടെ ദുരൂഹതകൾ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യമായ കർമ്മചേഷ്ടകളോട് ചേർത്തുവെച്ച് ആധ്യാത്മിക വിഭൂതികളെ അളക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും അത് നേടുമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മൗഢ്യമുള്ളൊരു കാര്യം ഇല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണും. പോയ കാശൊക്കെ പോയി, പോട്ടെ, സാരമില്ല. മനസ്സിലായില്ല? ഇത്ര ഋജുവാണ് ഈ സാധനം. ഇതിന് വളവും തിരിവൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ്. പക്ഷെ നമുക്കൊരുപാട് വളമുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? കാരണം നമുക്ക് വരുന്ന ആധ്യാത്മിക ചിന്തനം പോലും കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് സങ്കീർണമാണ്. നേരെ പറ്റില്ല. കർമ്മരംഗം ഇത്രയും സ്ട്രെയിറ്റായിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഫലചിന്തനവും കൂടെ നോക്കിയാൽ ഇതിലും എളുപ്പമാണ്. സ്വരൂപചിന്തനമാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലിയറായി? അപ്പം അതിൻ്റെ തലത്തിൽ കർമ്മത്തിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഫലം നോക്കുക. എല്ലാ കർമ്മവും ദുഃഖമായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു അബോധമാണിത് ചെയ്യിപ്പിക്കുന്നത്. ഒരു ആളെ വിവാഹം കഴിച്ചു, അയാൾ രോഗം വന്ന് മരിച്ചുപോയി, ഇനി ജീവിതത്തിൽ ഈ ദുഃഖമേ ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചു. ആ ദുഃഖവും പേറി കുറേ ആശുപത്രികളിൽ നടന്നു, കുറേ ആളുകളെ കണ്ടു, കുറേ പണം ചെലവാക്കി. ഇനി മടുത്തു ജീവിതം, ഇനി ഏതായാലും ഈ ദുഃഖതപ്തമായ കൂട്ടുകെട്ടുകളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് കഴിഞ്ഞ് നേരെ പോയി പരിചയമുള്ള ഒരു ആശ്രമത്തിൽ ചെന്ന് ഇവിടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ച് അവിടെ കൂടി സന്യാസിയായി, അവിടുത്തെ തന്നെ അടുത്ത മഠാധിപതിയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ തൂത്തുവാരാൻ വരുന്ന ഒരാളെ കണ്ടു. പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു, തൂത്തുവാരുന്നിടത്ത് തമാശ പറഞ്ഞു. ചായ അവൾ കൊണ്ട് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് തോന്നി. കുറച്ച് വെള്ളം അവിടെ കോരി വെക്കാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വാമി അർത്ഥവിരാമത്തിൽ ക്ലിയറല്ല. ഞാൻ ഇതിൽ കൂടുതൽ ക്ലാസിക്കായി പറയാനില്ല.
അപ്പം കോലയിൽ കുത്തിവെച്ചാൽ കോലെലി തിന്നുന്ന നാട്ടിൽ അപ്പത്തിൻ്റെ കാര്യമെല്ലാം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല? ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുമെങ്കിൽ ധാരാളമാണ്. അതല്ലേ അതേ ദിശയിൽ. അതുകൊണ്ട് ഇത് കർമ്മം ഉപേക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ബോധപ്രക്രിയയുടെ അത്യന്ത ദാരുണമായ ഈ രംഗവേദികളെ മുഴുവൻ പഠിച്ചപഗ്രഥിച്ച് ബോധതലത്തിലേക്ക് അബോധത്തെ കൊണ്ടുവരുവാൻ പറ്റുമാറ് ബോധത്തെ സാക്ഷിയാക്കുന്നൊരു വേളയിൽ ശിക്ഷകനായി എന്നിലെ തന്നെ ബോധം ഉണർന്ന ആന്തര പ്രക്രിയയിൽ നിൽക്കുമ്പോൾ കർമ്മം ഉണ്ടാകാതിരിക്കട്ടെ, ഞാൻ അതിനിടയിൽ സാക്ഷിയായി നിലകൊള്ളുമെന്ന് തീരുമാനിക്കുമ്പോൾ വരുന്ന വാചാമഗോചരമായ ഒരു ആനന്ദം. കർമ്മമുണ്ടോ? എനിക്കറിയില്ല. കർമ്മമില്ലേ? എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നുണ്ടോ? അതും എനിക്കറിയുന്നില്ല. ഞാൻ ചെയ്യുന്നില്ലേ? അതും എനിക്കറിയുന്നില്ല. ക്ലിയറായി? അതെ. മറ്റതൊക്കെ കർമ്മമില്ലെങ്കിലും ഉണ്ട്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ. ഉണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. അവിടെയാണ് കൃഷ്ണൻ ശരിക്ക് വിരലൂന്നുന്നത്. സർവപ്രകൃതിജൈർഗുണൈഹി, പ്രകൃതിജ ഗുണങ്ങളായ സത്വം രജസ് തമസ് ഗുണങ്ങളെ വെട്ടണം. തമസിനെ രജസ്സുകൊണ്ടും രജസ്സിനെ സത്വം കൊണ്ടും അതിക്രമിച്ച് സത്വരജസ് തമസ്സുകളെ കടന്ന് ഗുണാതീതമായി മനസ്സിനെ നിർത്തണം. ഏത് കറക്കമാണ്, സംശയമില്ല. അതിലാണല്ലോ ഇതിന്റെ കളി മുഴുവൻ കിടക്കുന്ന ആ ബിന്ദുവിലാണ്. ഏത് 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 ഇവരും കൂടെ കൂടും ചിരിക്കാൻ. അതെ. പണ്ട് അത് കുറച്ചുകൂടെ നന്നായി പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയല്ല. പണ്ട് പൂ പറിക്കാനും പൂ ഒരുക്കാനും സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും ഒരു നായരെ ഏൽപ്പിച്ചിരുന്നു, ഒരു നമ്പൂരി. അപ്പം ഇതെല്ലാം പറിച്ച് പരികർമ്മിയായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചു കൊടുക്കണം, പാത്രമൊക്കെ കഴുകി കൊടുക്കണം. പണിയൊക്കെ ഇവൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെറുക്കിയിടുന്ന ഈ ഒരു പരിപാടി കഴിയുമ്പോഴേക്ക് ആളുകൾ നമസ്കരിക്കുന്നതും ദക്ഷിണ കൊടുക്കുന്നതും നമ്പൂരിക്കാം. ഇവനൊരു സഹിക്കാൻ വയ്യാത്ത ദുഃഖമായി. ഇത് എത്ര കാലമായി ഇത് മണ്ണിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി നല്ല കണ്ണാടി പോലാക്കി അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞ് ഇയാൾ വന്നൊരിരിപ്പുണ്ട്, തറ്റു കൊടുത്തു വന്നിരുന്ന് ഇതങ്ങ് പെറുക്കി ഇങ്ങനെ ഏറും അങ്ങിറിഞ്ഞ് സിമ്പിളായിട്ട് ദക്ഷിണയും വാങ്ങിച്ച് എടോ ഇതെല്ലാം ഒരുക്കി വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ഇയാൾ പോകുമ്പം നമുക്കൊന്നുമില്ല, കിട്ടുന്ന ആകെപ്പാടെ ചില്ലറ കൂലി എന്ന് വിചാരിച്ചൊരു നായർ വളരെ സ്നേഹത്തിൽ കൂടിയിട്ട് പറഞ്ഞു, തിരുമേനി എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗണപതി ഹോമം ഒന്ന് ചെയ്യണമെന്നുണ്ട്. അതിനെന്താ പഠിപ്പിച്ചു തരാമല്ലോ. അപ്പോൾ കാര്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ഈ ഗണപതിക്കും ആഹൂതിയെ ചെയ്യുന്ന സമയമായി. ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ എന്ന പ്രാണാഹൂതികളെല്ലാം ചെയ്യുന്ന സമയം വന്നപ്പം ഇത് ആന തുമ്പിക്കൈ പൊക്കി ഈ
പ്രസാദം എല്ലാം കൂടെ സ്വീകരിക്കുന്നു എന്നതിന് പകരം വാല് പൊക്കി പിണ്ടിയിടുന്നു എന്ന് നീ വിചാരിക്കരുത്. ഇപ്പം ഇവനിതെല്ലാം എടുത്തു വെച്ച് ഗംഭീരമായിട്ടൊരുക്കി ഓം പ്രാണായ സ്വാഹ എന്ന് പറയുമ്പോഴേക്ക് ആന വാല് പൊക്കും, പിണ്ടിയിടും. സർവം കുഞ്ചര ശൗചവത്, ഇതാണ് അതിന് പ്രമാണം. ഇത് ഈ കുഞ്ചര ശൗചവത് പ്രമാണത്തിൽ പോകും എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആനയെ നല്ലപോലെ തേച്ച് കുളിപ്പിക്കും. 4-5 പേര് നിന്ന, 1-2 ആളല്ല, ഈ തൊണ്ടൊക്കെ കണ്ടിച്ച് 4-5 പേര് നിന്ന് നല്ലപോലെ തേച്ച് കഴുകി കുളിപ്പിച്ച് ഇവനെ കൊണ്ടങ്ങ് നിർത്തിയാൽ അവൻ ഒരു പിടി മണ്ണ് വാരി ദേഹത്തേക്ക് ഇടും. ഇങ്ങനെ ശൗചം അല്ല സർവം കുഞ്ചര ശൗചവത് പ്രമാണം, അതിലാ ഇത് പോവുക. അതിനൊരു വഴിയേ ഉള്ളൂ, അവിടെ നിന്നുള്ള കടാക്ഷം. അത് ശരിയാക്കി തരാനാവില്ല. അതിന് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഈ ചില അമ്മമാർ വിഷമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പിള്ളേർ രാവിലെ അപ്പിയിട്ടു എന്ന് വിളിച്ചു പറയും അമ്മയോട്. അമ്മ ഇതങ്ങ് കോരി കളഞ്ഞിട്ട് ശൗചം ചെയ്യിപ്പിച്ച് കൈയെടുക്കുമ്പോഴത്തേക്ക് ഒരു അമ്മ അല്പം കൂടെ അപ്പിയിട്ടു എന്ന് പറയും. അത് കഴിഞ്ഞ് പോയി കടുകടുപ്പേലിടുമ്പോഴായിരിക്കും ദേ അമ്മ അപ്പിയിട്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഈ മനസ്സെങ്കിൽ ശൗചം ചെയ്യിച്ച് കൈ തേയുകയല്ലാതെ അവിടം വൃത്തിയാവില്ല. പിന്നെ അതിനൊരു പ്രയോഗമുണ്ട് ചില അമ്മമാർക്ക്. എൻ്റെ അപ്പീടൽ നിൽക്കും, മണ്ണിൽ കൈകൂത്തിയിട്ട് ഒരു ശൗചം ചെയ്യും. അങ്ങനെയില്ലേ? നല്ല മണലിലോട്ട് അമ്മ കൈ ഒന്ന് ഉരസും, ഒരൊറ്റ ശൗചം. പിന്നെ ഇപ്പം അവൻ അറിയാതെ വിളിച്ചു പറയും അമ്മ അപ്പിയിട്ടില്ല കേട്ടോ. അതേ ഉള്ളൂ ഇതിന് പരിഹാരം. ഏതാണ്ടൊരു ദിഗ്ദർശനം കിട്ടി കാണുമെന്ന് വിചാരിക്കാം. കാര്യം മനസ്സിലായി എന്ന് ഞാൻ പറയുന്നില്ല. ഏതാണ്ടൊരു ദിഗ്ദർശനം ശരിയാണ്. കർമ്മകലാപങ്ങളുടെ ലോകം അതാണ് വക്കീൽ. അപ്പൊ ഇതിന്റെ സ്വരൂപം കഴിഞ്ഞാൽ ഫലം, ഫലത്തിലെത്തുമ്പോഴാണ് ഇതിനേക്കാൾ ഫലത്തിലുള്ള ആകാംക്ഷയാണ് പൂർവ കർമ്മങ്ങളുടെ പൂർവജന്മ സ്വഭാവങ്ങളിലെ വാസനയുടെ ഉദ്ബദ്ധതയും അനുദ്ബുദ്ധതയുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇതിന് 3 സാങ്കേതിക ശബ്ദങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴിക്കൊന്ന് തിരിഞ്ഞത്. 1 ഇന്ദ്രിയജനിത അനുഭവം, 2 ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധത, 3 ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധത. അതാ സങ്കീർണം. അതിലേറ്റവും സങ്കീർണം അവസാനത്തതാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത് നന്നായിട്ട്. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ അപകടമില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്നു മുതൽ പ്രവർത്തിപ്പിക്കുമ്പോൾ യമവും നിയമവും വെച്ച് പ്രവർത്തിപ്പിക്കണം. കാണാൻ ഒന്ന് നോക്കാം, അപ്പം കിട്ടുന്ന സാമാന്യത്തിൽ അറിയാൻ ശ്രമിക്കാവൂ, വിശേഷം അറിയരുത്. ആധ്യാത്മിക സാധനയിലേക്കൊരാൾ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച കഴിഞ്ഞ് പിന്നെ നോക്കരുത്. ഒരു സാധനം ഒരാൾ കൊണ്ട് കാണിച്ചാൽ കണ്ടു കൊടുത്തേക്കുക. അതിൻ്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് നോക്കിയാൽ ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസന രേഖപ്പെടുത്തും.
ലോകത്തെ മുഴുവൻ കാര്യങ്ങളും വിശേഷത്തിൽ അറിയാതിരിക്കുകയും സാമാന്യത്തിൽ മാത്രം അപഗ്രഥിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ട്. അവർക്ക് ജീവിത ദുഃഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ജീവിതത്തിലെ വൈയക്തിക പ്രശ്നങ്ങളെ വൈയക്തികമായി അതുണ്ടായവൻ്റെ മാനസിക തലത്തിൽ അപഗ്രഥിച്ചുത്തരം പറയാൻ പോയി അവനെപ്പോലെ ആയിത്തീരുന്നവരുണ്ട്. വൈയക്തിക പ്രശ്നങ്ങളെ അവൻ്റെ തലത്തിൽ അപഗ്രഥിക്കാതെ സാമാന്യമായി മാത്രം അപഗ്രഥിച്ചൊറ്റയടിക്ക് ഉത്തരത്തിൽ തീർക്കുന്നവരുണ്ട്. രണ്ടും മനസ്സിലായില്ല, രണ്ടും പിടിയിട്ടില്ല. അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഒരു പ്രശ്നം ഒരു വൈയക്തികമായി ഗോപാലൻ്റെ വാസനാമയമായ ലോകങ്ങളിൽ കണ്ട പ്രശ്നങ്ങൾ അവരാദ്യം തന്നെ മനസ്സിലാക്കുന്നു. നിന്റെ വാസനകളൊന്നും എനിക്കില്ലാത്തിടത്തോളം നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അതവരോട് നേരിട്ട് പറയുന്നില്ല, ആദ്യം അവരത് മനസ്സിലാക്കുന്നു. ഇവൻ പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ല. കാരണം ഇവൻ്റെ ദുഃഖങ്ങളും ഇവൻ്റെ പ്രശ്നങ്ങളും ഇവൻ്റെ വൈയക്തികമായ പ്രശ്നമാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം എൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എങ്ങനെ വന്നാലും അതിനെ എൻ്റെ മനസ്സ് പവിത്രീകരിക്കുന്ന ഒരു രീതി ഉണ്ട്. എങ്ങനെ പവിത്രമായി കൊണ്ടുവന്നാലും അതിനെ അപവിത്രീകരിക്കുന്ന ഒരു മനസ്സും എന്നിലുണ്ട്. മനസ്സിലായില്ല. അതിനെ പവിത്രീകരിക്കുന്നതാണ് എൻ്റെ മനസ്സെങ്കിൽ, അതിനെ അപവിത്രീകരിക്കുന്നതാണ് എൻ്റെ മനസ്സെങ്കിൽ, ആ രണ്ടു മനസ്സുകളും പരസ്പര വിരുദ്ധങ്ങളാണ്. അവയ്ക്ക് പരസ്പരം മനസ്സിലാവുകയില്ല. പിടിയിട്ടില്ല. എൻ്റെ ജീവിതാനുഭവം ലോകത്തിലുള്ള എല്ലാത്തിനെയും മോശമായി മാത്രം കാണുന്ന ചിത്രീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിലകൊള്ളുന്നതെങ്കിൽ, അപരന് എല്ലാം നന്നാക്കിയാണ് അവൻ നിലകൊള്ളുന്നതെങ്കിൽ എന്നെ അവനും അവന് എന്നെയും മനസ്സിലാവില്ല. ഇസ് ഇറ്റ് റൈറ്റ്? സങ്കല്പിക്കാനും ആവില്ല. രണ്ടുപേരും ധ്രുവങ്ങളുടെ അന്തരത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവൻ വന്ന് എന്നോട് പറയുന്നതോ ഞാൻ ചെന്ന് അവനോട് പറയുന്നതോ മനസ്സിലാവില്ല. പക്ഷേ അവൻ്റെയും എൻ്റെയും കാഴ്ച സാമാന്യത്തിലൊന്നാണ്. ഒരു നിമിഷാർദ്ധം കൊണ്ട് അവനെ അവൻ്റെ വിശേഷവിധിയായ അറിവിൽ നിന്ന് സാമാന്യത്തിലേക്ക് ഉദ്ധരിക്കുമ്പോൾ അവൻ എന്നോട് സമ്മതിക്കും. കഴിഞ്ഞവൻ വിശേഷത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഈ ലോകത്ത് പ്രശ്നങ്ങളെ മുഴുവൻ വിശേഷത്തിൽ അപഗ്രഥിക്കുന്നവർ, പ്രശ്നങ്ങളെ മുഴുവൻ അപഗ്രഥിക്കുന്നവർ, വിശേഷത്തെ പോലും സാമാന്യത്തിൽ പറഞ്ഞു തീർക്കുന്നവർ, സാമാന്യത്തെ പോലും വിശേഷത്തിലേക്ക് കൊണ്ടുവന്ന് കലഹിക്കുന്നവർ. നിങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ നിങ്ങളുടെ ജാതി വിശേഷമാണ്, നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ വീടും കുടുംബവും വിശേഷമാണ്. നിങ്ങളുടെ ഒരു ക്ലബ്ബോ നിങ്ങളുടെ ഒരു പാർട്ടിയോ നിങ്ങളുടെ ഒരു സംഘടനയോ നിങ്ങളുടെ ഒരു സംഘമോ നിങ്ങളുടെ ഒരു മറ്റു പ്രസ്ഥാനമോ ഏതെങ്കിലും വിളിച്ചു കൂട്ടിയൊരു മീറ്റിങ്ങിൽ, നിങ്ങളുടെ ഒരു ആശ്രമം തന്നെയോ കൂട്ടിയ മീറ്റിങ്ങിൽ വിശേഷമായിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് പലപ്പോഴും പരസ്പര ഭിന്നതയിലും തകർച്ചയിലും കൊണ്ടെത്തിക്കുന്നത്. ഇസ് റൈറ്റ്? വിശേഷമായ ജാതിയാണ് പലപ്പോഴും പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നത്. വിശേഷത്തിൽ പ്രശ്നങ്ങളെ പരിഹാരം കാണാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സങ്കീർണമാകുന്നത്. കേരളത്തിൽ ഒരുപാട് താഴ്ന്ന ജാതിക്കാരായ ദളിത്, മറ്റേ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ശിക്ഷ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ദളിത് കൂലിവേല ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഈ ദളിതനിലൊരുത്തന് ഇവിടുത്തെ സവർണനെല്ലാം കൂടെ പിടിച്ചു കൊണ്ടുപോയി ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കിയിട്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്കിയിട്ട് ദളിതന് കിട്ടിയ ഈ 50-ാം വർഷത്തെ നേട്ടമാണെന്ന് പത്രക്കാരും നിങ്ങളും എഴുതിയിരുന്നെങ്കിൽ ആ നക്കിത്തരം സഹിക്കാമായിരുന്നു. മനസ്സിലായില്ല? അതിന് സർവ്വഥാ യോഗ്യനായി ദളിതനല്ലാത്തവനേക്കാൾ മുകളിലെത്തിയവർക്ക് അത് കിട്ടുമ്പോഴും ദളിതൻ എന്ന് പറയാനുള്ള നിങ്ങളുടെ ഉൾപ്രേരണയാണ് വിശേഷം.
മനസ്സിലായില്ല. എന്നാൽ പിന്നെ ദളിതന്മാരായ ഒരുപാട് അഡ്വക്കേറ്റന്മാരുണ്ട്. ഒരുത്തനെ പിടിച്ചാൽ കൊടുത്തിട്ട് അത് ഔദാര്യമാണ്. മനസ്സിലായില്ല. ഇപ്പൊ കൊടുത്തത് അതിന് സർവ്വഥാ യോഗ്യനായവനാണെങ്കിൽ അത് ദളിതന് കൊടുത്തതല്ല, യോഗ്യതയ്ക്ക് കൊടുത്തതാ. മനസ്സിലായില്ല. അവരുടെ എല്ലാ ഉള്ളിൽ ജാതി ശക്തമാണ്. അത് എഴുതാൻ നിങ്ങൾക്കാവില്ലാത്തതുകൊണ്ടാണ്. അല്ല, അങ്ങനെയാണ് കിട്ടിയത് എങ്കിൽ അതൊരു ഔദാര്യമാണ്. അത് ഞങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് തന്ന ഒരു ഔദാര്യമാണെന്നും അതുകൊണ്ട് നിങ്ങൾ ആ ഔദാര്യത്തിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നുമുള്ളൊരു സൂചന ജാതിയിലൂടെ പറയുകയാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കുക പോലും ചെയ്യരുതെന്നാണ്. കാരണം ഇത് ഈ നൂറ്റാണ്ടിൽ അങ്ങനെയല്ല സംഭവം. മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾ പോലും വായിച്ചിട്ട് ഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ദളിതന് കിട്ടിയതല്ല, അംഗീകാരത്തിന് കിട്ടിയതാ. മനസ്സിലായില്ല. അല്ലെങ്കിൽ പറയണം ഇവനൊന്നിനും കൊള്ളാത്തവനാണെന്ന്. അങ്ങനെയാണല്ലോ വാക്കിന്റെ അർത്ഥം. അത് അദ്ദേഹമല്ല പറയണ്ടേ, അത് വിനയം സമ്മതിക്കില്ല, അത് നമ്മളാ പറയണ്ടേ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞാൽ അതൊരു അഹങ്കാരമായി മാറും. ആം ഐ റൈറ്റ്? അത് നമ്മളാ പറയണ്ടേ, നമുക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ. കെ ആർ നാരായണനെ പോലുള്ളൊരു ആളിന് പ്രസിഡന്റ് പദവി കിട്ടിയത് അദ്ദേഹം ജീവിച്ചിരുന്ന പ്രസിഡന്റായ ആ കാലഘട്ടത്തിലെ മറ്റാരോടും ഒപ്പം എങ്കിലും യോഗ്യനായതുകൊണ്ടാണ്. മറിച്ച് എവിടെയോ കൃഷിക്കാരൻ ഒത്തുചേർക്കലിൻ്റെ ഭാഗമായി എവിടെയോ കിളച്ചുകൊണ്ട് നിന്നപ്പോൾ കൊണ്ടുപോയി ഒരു പ്രധാനമന്ത്രിയാക്കിയ പോലെ എങ്ങാനും ആക്കിയതായിരുന്നെങ്കിൽ. മനസ്സിലായില്ല. അത് കൊള്ളാമായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ. ഇതിനൊന്നും ഈ കോംപ്രമൈസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക്. അപ്പം ഇതുപോലുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് വിശേഷമാണ്, സാമാന്യമല്ല. അതുകൊണ്ട് വിശേഷത്തിലും സാമാന്യത്തിലും വ്യത്യാസമുണ്ട്. സാമാന്യത്തെ വിശേഷത്തിലേക്ക് നിങ്ങൾ കൂടിയിരിക്കുമ്പോൾ വിശേഷത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവർ അതിനെ വളച്ച് വിശേഷത്തിലേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ല. ഞാൻ, എൻ്റെ ജാതി, എൻ്റെ മതം, അതിൻ്റെ വാക്കുകൾക്കകത്തുണ്ടാവും ആ വിശേഷം മുഴുവൻ. അതിൽ നിന്ന് സങ്കീർണതകൾ വിതയ്ക്കാൻ ശ്രമിക്കും. ഒരുവൻ അന്തർമുഖനായി ആത്മനിഷ്ഠനായി പോകുന്നവനാണെങ്കിൽ വിശേഷങ്ങളെ മുഴുവൻ സാമാന്യത്തിൽ അലിപ്പിച്ചില്ലാതാക്കും. അപ്പോൾ അവൻ്റെ മായാവലയിതമായ സത്വവും രജസും തമസ്സുമായ ഗുണങ്ങൾ ഉന്മീലനം ചെയ്യുന്ന അവനിലെ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉളവാക്കുന്ന സ്ഥൂല ശരീര താതാത്മ്യവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധമാക്കുന്ന സൂക്ഷ്മ ശരീര താതാത്മ്യവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധമാക്കുന്ന കാരണശരീര താതാത്മ്യവും അറ്റുപോവുകയും ചെയ്യും. എൻ്റെ ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉന്മീലനം ചെയ്ത് അധ്യസിപ്പിക്കുന്ന ഒരു സ്ഥൂല ശരീരത്തിൻ്റെ താതാത്മ്യമാണ് എൻ്റെ പ്രപഞ്ചം. അതെൻ്റെ ഒപ്പം ഇരിക്കുന്നവർക്ക് അജ്ഞേയമാണെങ്കിൽ ആ പ്രപഞ്ചത്തെ വെടിഞ്ഞ് സാമാന്യമായൊരു പ്രപഞ്ച നിയമത്തെ അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാകുക. പലപ്പോഴും ആധ്യാത്മിക ഭൗതിക
ശാസ്ത്ര രംഗങ്ങളിൽ അഭിമാനം വന്ന ആർക്കും പറ്റാത്തതാണിത്. മറ്റുള്ളവർക്ക് ഇത് സാധിച്ചാൽ പോലും ഇത്തരക്കാർക്ക് പറ്റില്ല. അത് മനസ്സിലായില്ല. ആധുനിക തലത്തിൽ ആധ്യാത്മിക രംഗത്തിൽ അഭിമാനം വന്ന ഒരാളിന് പ്രസ്ഥാനങ്ങൾ, ശിഷ്യഗണങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ ആളുകൾക്ക് സമ്മതമാണെന്നുള്ള ഒരറിവ്, അനുഭവം, ഇതൊക്കെ വിചാരിക്കുന്ന അഭിമാനിയായ ഒരു ആധ്യാത്മിക പുരുഷന് ഈ അധ്യാസം കളയുക പ്രയാസമാണ്. അയാളുടെ ഇന്ദ്രിയജനിത അനുഭവം ആധ്യാത്മിക തലം കൂടി ചേർന്നതാണെന്നും കേൾക്കുന്നവരുടേത് അങ്ങനെയല്ലെന്നും അതുകൊണ്ട് ഇത് ശരിയും അത് തെറ്റുമാണെന്നുമുള്ള ഒരു സങ്കല്പ ലോകത്തിൽ മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും അനുസരിക്കാനും മാത്രം വിധിക്കപ്പെട്ടതാണ് ഇത്തരം ലോകങ്ങൾ, ഭൗതിക ലോകങ്ങൾ. ശിഷ്യ, ഇത് ഭൗതിക ലോകമാണ്. ഇവിടെ നീ എന്നെ അനുസരിക്കുകയോ അനുകരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിന്റെ പ്രാരബ്ധത്തെയാണ് കൊണ്ടുപോകേണ്ടത്. ഞാനും നീയുമായി എതിർക്കപ്പെടേണ്ടി വന്നാൽ പോലും. മനസ്സിലായില്ല? ഭൗതികമായ ലോകത്ത് നമ്മൾ ശത്രുക്കളോ മിത്രങ്ങളോ ആവാം. പക്ഷേ അറിവിൻ്റെ ലോകം എനിക്കും നിനക്കും ഏകമാണ്. ഈ സത്യസന്ധതയെ അംഗീകരിക്കണമെങ്കിൽ അഭിമാനമെന്നത് ദൂരെയാവണം. ഒരാധ്യാത്മിക നേതാവിന് ആരുടെ മുഖത്ത് നോക്കിയും ഒരു തമാശ പറയാം. അയാളുടെ മുഖത്ത് നോക്കി ജനത്തിനൊരു തമാശ അതുപോലെ പറയാനാവില്ല. മനസ്സിലായില്ല? ചിരിക്കുന്ന ജന്തുവും ചിരിക്ക് വിധേയമാകുന്ന ജന്തുവും മനുഷ്യനാണെന്നതിൽ ചിരിക്ക് വിധേയമാകുന്ന ജന്തുവിൽ ഞാൻ പെട്ടുകൂടാ എന്ന അയാൾക്ക് പിടിവാശിയുണ്ട്. ശരിയല്ല? നോ. സോ വിശേഷങ്ങൾ അവിടെ എത്തുന്നില്ല. അപ്പോൾ വിശേഷത്തിൻ്റെയും സാമാന്യത്തിൻ്റെയും ഇന്ദ്രിയജനിത അനുഭവ പ്രത്യക്ഷത്തിൻ്റെയും ലോകങ്ങൾ എടുത്താൽ ഇത് വ്യക്തമാവും. സമയം 5 മിനിറ്റും കൂടെ ഉണ്ട് അല്ലേ? 5 മിനിറ്റും കൂടെ ഉണ്ട് പറഞ്ഞ സമയം അനുസരിച്ച്. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നാളെ അതിൻ്റെ ബാക്കി തുടങ്ങത്തക്ക ബുദ്ധി. അതെ, യമം, നിയമം, ആസനം, ഇത് അതിൻ്റെ ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞത് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബദ്ധത വരുമ്പോൾ ഈ യമനിയമങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോവും. കാരണം പറയാം, അതായത് ഏതൊക്കെ ആവാം, ഏതൊക്കെ അരുത്, ഏതിനെയൊക്കെ യമിക്കണം, ഏതിലൊക്കെ നിയമം വയ്ക്കണം, എത്രത്തോളം ആവാം, എത്രത്തോളം ആവരുത്, ഇവ രണ്ടിൻ്റെയും ലോകമാണ് യമനിയമങ്ങളിൽ വരുന്നത്. ഇന്ദ്രിയങ്ങളുടെ അടക്കലും അന്ധക്കരണത്തിൻ്റെ അടക്കലും യമനിയമങ്ങളിൽ വരുന്ന 2 എണ്ണമാണ്. ഇത് രണ്ടും നമുക്ക് കാണാം ഇതിന് പുറകെ. ഇതിൻ്റെ കൂടെ ഈ പ്രത്യക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ സൂക്ഷ്മശരീര താതാത്മ്യത്തിൻ്റെയും കൂടെ അങ്ങനെ കണ്ടാലാണ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് യോജിക്കുക. അല്ലെങ്കിൽ അത് യോഗശാസ്ത്രമായി മാറും. നമ്മളിപ്പോൾ പറയുന്ന യോഗശാസ്ത്രമല്ല. വിഷയം ഞാൻ ആദ്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്തർയോഗം. ആ യോഗത്തിൽ പൗരാണികർ എങ്ങനെയാണ് ഒരു ദർശന സവിശേഷതയെ മുൻനിർത്തി ജീവിതക്രമത്തെ, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന നിലകളിൽ എങ്ങനെയാണ് ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന നിലകളിൽ എങ്ങനെയാണ് ബ്രാഹ്മണ്യം, ക്ഷാത്രം, വൈശ്യം,
ശൂദ്രം എന്ന നിലകളിൽ കർമ്മത്തിൻ്റെ ലോകങ്ങളിൽ, ജീവിതക്രമത്തിൻ്റെ ലോകങ്ങളിൽ എങ്ങനെയാണ് ജാതകർമാദി സംസ്കാരങ്ങളോടുകൂടി കൊണ്ടുപോയത് എന്ന് അറിഞ്ഞിട്ട് ആ ജീവിതക്രമം തിരിച്ചു വരുന്നത് എൻ്റെ മാനസിക തലങ്ങളിൽ സമ്മതമാകുന്നുണ്ടെങ്കിൽ അവ അചിരേണ ഞാൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠേയമായ ചിന്താബന്ധുരമായ ഒരു മാർഗമാണെന്നും അതിലൂടെയാണ് എന്നെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതെന്നും എളുപ്പത്തിൽ മനസ്സിലാവും. ഇല്ല, അങ്ങനൊരു സാധന ഇല്ല അവിടെ.